ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ തലവൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ആസിഫ് അലി ബിജു മേനോൻ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തലവൻ കൃത്യം 3 ദിവസങ്ങൾ സിനിമയുടെ പ്രധാനപ്പെട്ട ഞായറാഴ്ച ദിവസം കൂടി പിന്നിട്ട് ഇപ്പോഴിതാ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ, ഇന്നത്തെ കേരള ട്രാക്കിംഗ്, ഒപ്പം തന്നെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ആദ്യമേ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ വേൾഡ് വൈഡ് യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,75 ലക്ഷത്തിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പോഴത്തെ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ 1,30,00,000-ലേറെയും ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നിന്നാണ്. അങ്ങനെ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ മികച്ചൊരു ബോക്സ് ഓഫീസ് തുടക്കം നേടിയെടുത്ത സിനിമ ഇന്ന് ഞായറാഴ്ച കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം കേരള ബോക്സ് ഓഫീസിൽ 34 ലക്ഷത്തിലേറെയായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 53 ലക്ഷത്തിന് മുകളിലാണ്. സിനിമയുടെ ആദ്യ ഞായറാഴ്ച തന്നെ കേരളത്തിൽ 1 കോടി സിനിമ കളക്ഷൻ ടച്ച് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,30,00,000-ലേറെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന തലവൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടിയിലേക്കും 3 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം ഒരു ഓക്കെ ഡീസന്റ് കളക്ഷൻ മാത്രമായിരുന്നു സിനിമ നേടിയെടുത്തതെങ്കിൽ ഈ മൾട്ടി സ്റ്റാർ സിനിമ ഇപ്പോഴത്തെ വെറും 3 ദിവസത്തെ വേൾഡ് വൈഡ് റിപ്പോർട്ടുകൾ പ്രകാരം നല്ലൊരു തുടക്കം നേടിയെടുത്തിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ കളക്ഷൻ വളരെയധികം നിർണായകമാണ്. 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ജിസ്റ്റോയുടെ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ തലവന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.